നിങ്ങൾക്ക് തോന്നും ഇന്ന് വൈകിട്ടാകുമ്പോ എന്തിയപ്പോ ഇന്ന് കറിയെല്ലാം വെക്കുന്നത് നിങ്ങൾക്ക് തോന്നും. രണ്ടയാള് പയറ് നട്ടിനി, അതില് ഇക്കെല്ലാം മഴയെല്ലായിട്ട് പിടിച്ചിട്ടേ ഇല്ല, ഒന്നും രാസവളമൊന്നും ഇടാഞ്ഞിട്ട്. ഒരു പയറ് കാണുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോ പയറിന്റെ ഇല നുള്ളാൻ വേണ്ടിട്ട് ഞാൻ പോങ്ങിയിരുന്നത്. മുന്തിയെല്ലാം ഞങ്ങൾ നല്ലോണം പയറെല്ലാം നട്ടി ഞങ്ങൾ തന്നെ കറിക്ക് പറിക്കല്. ഇപ്പൊ ഈ മഴയെല്ലായിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നേ ഇല്ല. ഇനിയിപ്പോ വേനൽക്കാലമാണ് പയറെല്ലാം നടണമെങ്കിൽ. ആ നട്ടതിന്റെ തന്നെ ഇല നുള്ളറിഞ്ഞിട്ട് ഞാനിപ്പോ ഇല്ലത്. ഇതാ ഒരു പയറ് പിടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇങ്ങനെയൊക്കെല്ലാം അധികം ഒന്നും നട്ടിട്ടൊന്നുമില്ല, പറ്റ പൂപ്പൽ പിടിച്ചിട്ട് പോന്നു. ഇതിലൊന്നും പൂപ്പലൊന്നും പിടിച്ചിട്ടില്ല. നല്ല പാങ്ങുണ്ടാവും ഈ പയറിന്റെ കറി. ഓ, 2 പിടിച്ചിന്, അത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്താ രണ്ടാമത്തത്? ഇത് കുറ്റിപ്പയർ, അധികം പടരൊന്നും ചെയ്യില്ല. പുള്ളി ഉണ്ടാവും. ഇത് നമുക്ക് നാണൊക്കെ പുള്ളി അധികം. എന്താ ഇപ്പൊ കുറെ സാധ്യതയില്ല. ഇനിയിപ്പോ മഴയെല്ലാം മാറിയിട്ടാകുമ്പോ പിടിച്ചെങ്കിലായി. ഇപ്പൊ പിടിക്കുന്നൊന്നും തോന്നുന്നില്ല. ഓ, 3-മത്തതാകുന്നുണ്ട്. പയറ് കിട്ടിയില്ലെങ്കിൽ ഇല കിട്ടിയാൽ മതി അറിഞ്ഞിട്ട് ഇല നുള്ളുന്നേ. ഇല നുള്ളിയാലേ പയറധികം പിടിക്കുക. അങ്ങനെ ഇലയൊന്നും വെക്കുന്നില്ല, എല്ലാം നുള്ളിയിട്ട് കറി വെക്കുന്നത്. ഇത് നിലത്തായതുകൊണ്ട് ഇനി ഇറുമ്പിനൊന്നും കൊണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പറക്കുമ്പോ ഇറുമ്പെല്ലാം കൊണ്ടിട്ടിട്ട് നല്ലോണം പിടിക്കലുണ്ട്. ഇത് നിലത്തേ ഇല്ലതല്ലേ, ഇതിനങ്ങനെ ഇറുമ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഇതായിട്ടില്ല. ഇതെല്ലാം നുള്ളുമ്പോ ഇതിന്റെ ഇടയിൽ ഒരു പൂവെല്ലാം കാണുന്നുണ്ട്. ഇടക്കിടക്ക് ഉണ്ടാവും ഇതിന്റെ ഇടയെങ്കിൽ. അധികം മൂത്താ പാങ്ങുണ്ടായില്ല ഇല. പയറിന്റെ അപ്പിൽ അരച്ചിട്ടായി. ഇനിയാ കപ്പറങ്ങൾ ഇരിക്കുന്നത്. ഇതിലപ്പോഴൊക്കെ ഒരു നക്ഷത്ര പൂവും പറന്നിട്ടുണ്ട്. അതിന് കാന്താരി അധികം പിടിക്കില്ല, ഒന്നാകെ പറന്നിട്ട് കാന്താരിനെ മറിച്ചിടും. ഞാൻ പയറിന്റെ അപ്പിലാ മുരിക്കാൻ നടക്കുന്നത്. നേരത്തെ കൈറ്റെല്ലാം വെച്ചത്. ചെറുതായിട്ട് മുരിക്കുന്ന ഞാൻ. എനിക്ക് ഇങ്ങനെ മുരിക്കാൻ അറിയാം, മറ്റേ ഈ വിശകത്തിയോടൊന്നും അറിയുന്നില്ല. പയറിന്റെ അപ്പില മുറിച്ച് കഴിഞ്ഞു. അതിന് വേണ്ടുന്ന ചേരുവയെല്ലാം മഞ്ഞപ്പൊടി, ഉപ്പ്, ചൂളി കളയാതെ വെളുത്തുള്ളി, കപ്പറങ്കള്, വെളിച്ചെണ്ണ, തേങ്ങ. ഇനി കപ്പറങ്കൾ ആദ്യം കുനിക്കണം. അത് കണ്ണു തീർച്ച പിന്നെ പാങ്ങായി, കറിയേ പാങ്ങാവും. നല്ല പാങ്ങില് എരിവില്ല മോള്. കപ്പറങ്കള് പാങ്ങില് മുതിഞ്ഞു. ഇനി വെളുത്തുള്ളി ചൂളി കളയാതെ. ഇത് കണ്ണു തീർച്ച ഇങ്ങനെ കത്തിയൊന്നില്ല. അത് പാങ്ങില് മുതിഞ്ഞു. ഇനി ഞാൻ കറി വെക്കാൻ തുടങ്ങുന്നു. തീ പാങ്ങിന് പറ്റി. ഇനി പാങ്ങിൽ ഇളക്കണം. ഇതിന്റെ പച്ചമണം മാറുവോളം ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളമൊന്നും കുത്തിക്കൂടാ. ഇനി തേങ്ങ ചെരിയത് ഇടുന്നേ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതിന് പൊത്തിയേക്കുന്നു. ഒരു 2 മിനിറ്റ് സമയം ആവിക്ക് വേട്ട്. പയറിന്റെ അപ്പിലെ കറി ആയോക്കട്ട്. ഇത് പാങ്ങില് ബന്ധു. ഇനി പാങ്ങുന്നു. പയറിന്റെ അപ്പിലെ കറി പാങ്ങുണ്ടോക്കട്ട്. നല്ല പാങ്ങുണ്ട് കറി. നിങ്ങളും പയറിന്റെ അപ്പില കിട്ടിയെങ്കിൽ ഇതേപോലെ കറി വെക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം.